ആരാകും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി? പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിൽ ചിമ്മിനി ഉയർന്നു, തിരുവസ്ത്രങ്ങൾ തുന്നി തുടങ്ങി. കോൺക്ലേവുകളുടെ ചരിത്രം എന്നും ആകാംക്ഷ നിറഞ്ഞതാണ്. അത്താഴ വിരുന്നുകളും കോഫി ചാറ്റുകളും പിൻവാതിൽ യോഗങ്ങളുമൊക്കെയാണ് റോമിൽ. എങ്ങും ചർച്ച ഒന്നു മാത്രം: ആരാകും ബിഷപ്പ് ഓഫ് റോം? ഡിന്നർ ടേബിൾ ലോബിയിങ്ങിനൊടുവിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകാൻ ഭാഗ്യം ആർക്ക്? 2013 ഇത്തരം പ്രീ കോൺക്ലേവ് മീറ്റിംഗുകളിലാണ് ചരിത്രം തിരുത്തിയ നീക്കങ്ങളുണ്ടായത്. പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുകൾക്ക് തുടക്കമായെന്നറിയിച്ച് സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ പുകക്കുഴൽ ഉയർന്നു. വത്തിക്കാനിലെ അഗ്നിശമന സേനാംഗങ്ങളാണ് സിസ്റ്റൈൻ ചാപ്പലിന്റെ മേൽക്കൂരയിൽ പുകക്കുഴൽ സ്ഥാപിച്ചത്. കറുത്ത പുക മാർപ്പാപ്പ ഇല്ലെന്നും വെളുത്ത പുക ഒരാളെ തെരഞ്ഞെടുത്തെന്നും സൂചിപ്പിക്കുന്നു. സിസ്റ്റൈൻ ചാപ്പലിൽ രഹസ്യ ബാലറ്റാണ് നടക്കുക. കോൺക്ലേവിന്റെ ആദ്യ ദിവസം 1 വോട്ട്, 2ാം ദിവസം 4 വോട്ട്. മാർപ്പാപ്പയായി ഞാൻ തെരഞ്ഞെടുക്കുന്നു എന്ന വാചകമെഴുതിയ കടലാസ്, ഇതിന് താഴെ പേരെഴുതണം. വോട്ടറുടെ പേര് വിവരം രഹസ്യം. സിസ്റ്റൈൻ ചാപ്പലിൽ ഓരോ 2 റൗണ്ട് വോട്ടെടുപ്പിന് ശേഷവും കർദിനാൾമാരുടെ ബാലറ്റുകൾ കത്തിച്ച് ഫലം പുറം ലോകത്തെ അറിയിക്കും. പൊട്ടാസ്യം പെർക്ലോറേറ്റ്, ആന്ത്രസീൻ, സൾഫർ എന്നിവ അടങ്ങിയ കാട്രിഡ്ജുകളിൽ ബാലറ്റുകൾ കത്തുമ്പോഴാണ് കറുത്ത പുക. കത്തുന്ന ബാലറ്റുകൾ പൊട്ടാസ്യം ക്ലോറേറ്റ്, ലാക്ടോസ്, ക്ലോറോഫോം റെസിൻ എന്നിവ കലർത്തിയാൽ വെളുത്ത പുക. സിസ്റ്റൈൻ ചാപ്പലിൽ മാത്രമല്ല, വത്തിക്കാനാകെ ഒരുക്കങ്ങളിലാണ്. പുതിയ മാർപ്പാപ്പ വെളുത്ത വസ്ത്രം ധരിച്ച് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ. ഇത് റെനീറോ മാൻസിനെല്ലി, വത്തിക്കാനിലെ തയ്യൽ തൊഴിലാളിയാണ്. അടുത്ത മാർപ്പാപ്പ ആരെന്നറിയില്ല. എന്നാലും മാർപ്പാപ്പയ്ക്കുള്ള തിരുവസ്ത്രവും മേലങ്കിയും തുന്നിത്തുടങ്ങി റെനീറോ മാൻസിനെല്ലി. പാപ്പയാരെന്ന് നിശ്ചയമില്ലാത്തതിനാൽ തന്നെ പല അളവിലുള്ള തിരുവസ്ത്രങ്ങളാണ് തുന്നുന്നത്. സ്മോൾ, മീഡിയം, ലാർജ് അളവുകളിലാണ് കുപ്പായം തയ്യാറാകുന്നത്. ലോറൻസോ ഗാമറല്ലി മാർപ്പാപ്പമാർക്ക് തിരുവസ്ത്രം തുന്നുന്ന പാരമ്പര്യത്തിന്റെ 6ാം തലമുറക്കാരനാണ്. 1798 മുതൽ വൈദികർ, ബിഷപ്പുമാർ, കർദിനാൾമാർ ഇവർക്കായി തിരുവസ്ത്രങ്ങൾ നിർമ്മിക്കുന്നു മാൻസിനെല്ലി കുടുംബം. 7ാം പിയൂസ് മാർപ്പാപ്പയുടെ കാലം മുതൽ ഇവർ വത്തിക്കാനു വേണ്ടി സേവനം ചെയ്തുവരുന്നു. സമീപകാല കോൺക്ലേവുകളെല്ലാം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ പൂർത്തിയായിരുന്നു. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോൺക്ലേവ് എത്ര നാൾ നീണ്ടുനിന്നു? 3 വർഷം. 13ാം നൂറ്റാണ്ടിൽ റോമിനു വടക്കുള്ള വിദർഭോ നഗരത്തിലായിരുന്നു ആ കോൺക്ലേവ്. ക്ലെമന്റ് 4ാമൻ മാർപ്പാപ്പയുടെ പിൻഗാമിയെ കണ്ടെത്താൻ കോൺക്ലേവ് നീണ്ടുനിന്നത് 3 വർഷം. കൃത്യമായി പറഞ്ഞാൽ 1006 ദിവസം. പോപ്പ് ഗ്രിഗറി 10ാമനെ തിരഞ്ഞെടുക്കാൻ എടുത്ത സമയം 1268 നവംബർ മുതൽ 1271 വരെ. ചരിത്രം അങ്ങനെയൊക്കെയാണ്. ഓരോ പാപ്പാ തെരഞ്ഞെടുപ്പും പുതുചരിത്രവുമാണ്. ഭൂഖണ്ഡങ്ങൾ കാത്തിരിക്കുകയാണ് ബിഷപ്പ് ഓഫ് റോമിനെ. ഏത് വൻകരയിൽ നിന്നാകും ഇവരെല്ലാം കാത്തിരിക്കുന്ന പുതിയ പാപ്പ?